എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 10,000 രൂപ ടാക്സ് അടയ്ക്കും. ആ 10,000 രൂപ ടാക്സ് അടച്ചിട്ട് ഈ സാധനം കൊണ്ടുവരും. ഇത് 1,10,000 രൂപയായിരിക്കും. ഇവിടെ വന്ന് ഈ സാധനം വിൽക്കുമ്പോൾ 20% അതിന് വേണ്ടി ലാഭം കൊടുക്കും. അപ്പൊ ആ 20,000 രൂപയുടെ കൂടി നികുതി കൊടുക്കണം. അപ്പൊ ഇയാൾ കണക്കെടുക്കുമ്പോൾ ആകെ എന്റെ വിൽപ്പന 1,30,000, അതിന്റെ നികുതി 1,30,000 നികുതി കാണിക്കും. എന്നിട്ട് ഇവിടെ അടയ്ക്കുന്നത് ഈ 20,000 അടയ്ക്കുന്നുള്ളൂ. കാര്യം എന്താ, ബാക്കി അവിടെ അടച്ചിട്ടുണ്ട്. 10,000 രൂപ അവിടെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തുകയും കൂടി ഇത് അടച്ചിട്ട് ഞാൻ അവിടെ പണം കൊടുത്തിട്ട് കൊണ്ടുവന്ന് ഇതാണ് ICST തോന്നുന്നത്. അപ്പൊ ഇവിടെ ഈ അധികം വരുന്ന ആഡഡ് ആയിട്ടുള്ള വാല്യൂ ടാക്സ് കൂടെ ഇത് ഈ കണക്ക് ഇവിടെ കൊടുക്കുകയും അവിടെ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ മുന്നിൽ പോയിട്ടുള്ളൂ. നമുക്ക് അത് ഇവിടുന്ന് കുറെ സാധനങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കായി ഇലക്ട്രോണിക്കലി നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യപ്പെടാണ്ട് നമ്മൾ ആ കാര്യം ഫൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സിസ്റ്റം ഉള്ളൂ. നമ്മൾ ഇപ്പൊ തന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ സങ്കീർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സെക്ടർ ഉണ്ട്. സർവീസ് സെക്ടറിൽ ഒരാള് ഇവിടുന്ന് പേടിഎം നിങ്ങൾ പൈസ അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു മൊബൈൽ ജിയോയ്ക്ക് പണം അടയ്ക്കുന്നു. ഇതിന്റെ ഒരു സർവീസ് പാർട്ടുണ്ട്. ഇത് പോകുന്നതിനെ പറ്റിയൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒത്തിരി സങ്കീർണതകളൊക്കെയാണ് സിസ്റ്റത്തിൽ. കഴിഞ്ഞ ഒരു GST കൗൺസിൽ ഇതുപോലെ വന്നിരുന്നു. അവിടുന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തു, വയനാട്ടിൽ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തു, ബാംഗ്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്തു, യാത്ര അല്ലെങ്കിൽ ബുക്ക് ചെയ്തു. ഇടയ്ക്ക് ഞാൻ വന്നു, ഈ പണത്തിന്റെ ടാക്സ് ബാംഗ്ലൂരിൽ കിട്ടണം. അപ്പൊ നമ്മൾ പറഞ്ഞതല്ല, കേരളത്തിലാണ് ഡെസ്റ്റിനേഷൻ. ഇവിടെ ഇങ്ങനത്തെ സങ്കീർണതയുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സങ്കീർണത വന്നതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പണം പരമാവധി കിട്ടാൻ ഉള്ള കാര്യമാണ്. അപ്പൊ നിലവിലുള്ള സംഗതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇംപ്രവൈസേഷൻ നടത്തി കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്രയേറെ പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അടിയന്തര പ്രമേയമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് അക്കാഡമിക് ചർച്ച വളരെ നല്ലതാണ്. നമുക്ക് മക്കാലുണ്ട്. ഇതിൽ നമ്മൾ ഓരോ മേഖലയിൽ ഇതിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ വലിയ പണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പുകവറ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ യാതൊരു അടിസ്ഥാന രേഖയിലില്ലാത്ത കാര്യങ്ങളില്ലാത്ത ഒരു കാര്യം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണപരമായി ശരിയല്ല, രാഷ്ട്രീയമായി ശരിയല്ല. എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത് യാതൊരു തത്വമില്ല. കാരണം ഓരോന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ധാരാളം സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു ഉൽപ്പന്നം ഇവിടെ നമ്മൾ അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ അവിടെ നമ്മൾ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകുള്ളൂ. അതിലിപ്പോ ഞാൻ നാളെ ഉദാഹരണം പറഞ്ഞു, എലക്ട്രിസിറ്റി ബോർഡ് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന കുറെ ഉൽപ്പന്നങ്ങൾ അവർക്ക് സാധാരണ റിട്ടേൺ സമർപ്പിക്കണ്ട. ആ റിട്ടേൺ സമർപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് എടുക്കുന്നത്. നമ്മൾ അങ്ങനെ പോയി ഓരോന്നും ചെക്ക് ചെയ്ത് ഓരോന്നും പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന്റെ പേരിൽ ഒരു കാര്യം പറയുക, ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പുകവറ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ആവർത്തിക്കുന്നു, ഈ പുതിയൊരു വിഷയം കൊണ്ടുവരാനില്ലാത്ത ആശയദാരിദ്ര്യത്തിന്റെ വിഷയദാരിദ്ര്യത്തിന്റെ പ്രശ്നം ഇതിനകത്തുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിനകത്ത് വേറെ കുറെ രാഷ്ട്രീയ കാര്യങ്ങളാണ് പറഞ്ഞത്. രാഷ്ട്രീയ കാര്യങ്ങൾക്കെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇത്തരം പെർഫോമൻസ് നടത്താൻ ശ്രമിക്കുന്ന സ്റ്റേറ്റുകൾ ഒന്നാണ് എന്നുള്ളതിന് കുറച്ചേറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോ വേറെ ദിവസം നടത്തുന്നതായാലും സഭയെ പറയേണ്ടതായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 2019-20 മുതലുള്ള കണക്ക് ഇപ്പം പാർലമെന്റ് അസംബ്ലി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ വരുമാനത്തിൽ 55%, 55.8% നമ്മുടെ സ്വന്തമായി നമ്മൾ കണ്ടെത്തുന്ന നികുതിയാണ്. ഞാൻ പറഞ്ഞ 19. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ ആകെയുള്ള ഈ വർഷം വരുമ്പോഴേക്കും ആകെ സംസ്ഥാനത്തിൽ വരുന്ന റവന്യൂ വരുമാനത്തിന്റെ 60%-ലധികവും നമ്മുടെ സ്വന്തമായ നികുതിയാണ്. എന്നാൽ UP ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച റെക്കോർഡ് അനുസരിച്ച് 33%-ത്തിനടുത്തേ ഉള്ളൂ അവരുടെ റവന്യൂ വരുമാനം. ഞാൻ പറഞ്ഞ ഏറ്റവും ഒരു വലിയ സ്റ്റേറ്റ് ആയിട്ട് പറഞ്ഞതാണ്. എന്നാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പെർഫോമൻസ് നല്ലതാണ്. കർണാടകയും തമിഴ്നാടും തെലുങ്കാനയും ഒക്കെ, മഹാരാഷ്ട്ര അടക്കമുള്ള സ്റ്റേറ്റുകൾ. അപ്പൊ ഈ തരത്തിൽ ഇന്ത്യയിൽ ആകെ റവന്യൂ വരുമാനത്തിന്റെ ഭാഗമായി ടാക്സ് വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന 5ാമത്തെ സ്റ്റേറ്റാണ് ഈ കണക്കനുസരിച്ച് കേരളം. അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ രാഷ്ട്രീയമാണ്. നമ്മൾ കൂടുതൽ ഇക്കാര്യങ്ങൾ 1 രൂപയെങ്കിലും അധികം കിട്ടാറുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി എല്ലാ ശ്രമം നടത്തുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് ചെയ്യേണ്ടതാണെന്നുള്ളതിന് തത്വമില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കുന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ വന്നിട്ട് അതൊന്നും ആ രാഷ്ട്രീയമൊന്നും പറയാൻ UDF തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ഓൺലൈൻ പത്രങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇന്നലെ പാചകവാതക വില
1110 രൂപയായിരുന്നു. ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 50 രൂപ ഒറ്റയടിക്ക് കൂട്ടി. വാണിജ്യ സിലിണ്ടറിന് 351 രൂപ കൂട്ടി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കൂട്ടി കണക്കെടുത്താൽ 700 രൂപയ്ക്ക് അടുത്തുണ്ടാകും. 2 വർഷം 700 രൂപയ്ക്ക് അടുത്തുണ്ടാകുന്ന ഗ്യാസിന്റെ വില 400 രൂപയാണ് ഇത്രയും സമയം കൂട്ടിയത്. ഒരു കൊടി വേണ്ട, അര കരികൊടിയായിട്ടെങ്കിലും പോട്ടെ. ഈ യു ഡി എഫിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കേരളത്തിൽ വരുന്ന കേന്ദ്രമന്ത്രിമാരെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇന്ന് ഒരു പ്രമേയം അവർ അവതരിപ്പിക്കേണ്ടതല്ലേ ഈ ഗ്യാസ് വില വർധന സംബന്ധിച്ചും അതുപോലെ പാചകവാതകത്തിന്റെ കൊമേഴ്സ്യൽ വില സംബന്ധിച്ചുള്ള കാര്യം പറയണ്ടേ? ഇപ്പോ കുറച്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒറ്റയടിക്ക് കൂട്ടി. എന്നാൽ ഇന്റർനാഷണലി അങ്ങനെ കൂട്ടേണ്ട കാര്യമുണ്ടോ? ഗ്യാസിന്റെ വില നിങ്ങൾക്കറിയാം. ഗ്യാസ് നമുക്ക് റഷ്യയിൽ നിന്നാണ് കമ്പയർഡ് ടു അതർ രാജ്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വില കുറച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഗ്യാസിന്റെ വില കൂട്ടുന്നത് ഗ്യാസിന്റെ യഥാർത്ഥ വിലയല്ല, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് ആണ് ഗ്യാസിന്റെ കാര്യത്തിൽ. അവർ തീരുമാനിക്കും എത്ര പ്രൈസ്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു കൂട്ടുകയാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തരം ഒരു കാര്യം നമ്മുടെ സഭയിൽ പുറത്ത് തയ്യാറാക്കണ്ടേ? ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ ഇത്രയും കൂടി കഴിഞ്ഞാൽ എത്ര വർധന വരും? 50 രൂപ കൂട്ടിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് ഒരു 500-600 രൂപ ഒരു ബില്ല് വരും. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു കുടുംബത്തിന് 4000 രൂപ 5000 രൂപയുടെ വില വർധന ഗ്യാസിന്റെ കാര്യത്തിൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, റീസൺസ് ഒന്നും ഇല്ലാതെ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലൊരു 70 ലക്ഷം കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ ഗ്യാസ് മേടിക്കുന്നുള്ള കണക്കുകൾ നോക്കണം. 3000-3500 കോടി രൂപയുടെ വർധന ഗ്യാസിന് മാത്രം കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന BJPക്ക് വലിയൊരു അഭിപ്രായം പറയുന്നില്ല. വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും LDFിന് നേരെ ആക്രമിക്കാം. ചില മാധ്യമങ്ങളാണെങ്കിൽ കണക്കുകൾ ചേർത്ത് കൊടുക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. വളരെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ഗ്രോത്തിന്റെ കാര്യത്തിൽ 12% ഉണ്ട് കോൺസ്റ്റന്റ് പ്രൈസിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ വർഷം. അതിനകത്ത് വലിയ പഠനം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ളതിനേക്കാളുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വർധനയില്ല എന്ന് പറഞ്ഞിട്ട് കണക്ക് കൊടുക്കും. എന്നാൽ ഇന്ത്യയിലാകെയുള്ള കണക്ക് ഇങ്ങനെ തന്നെയാണ്. ഇന്നത്തെ പത്രത്തിൽ, മനോരമ പത്രത്തിൽ ഇന്നും വീണ്ടും അതിന്റെ ബിസിനസ് പേജിലുണ്ട് ആകെയുള്ള കമ്പാരിസൺ നോക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യൻ ശരാശരിയേക്കാളും വളരെ മുന്നിലാണ് നമ്മൾ. ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നില്ല. കേരളത്തിൽ എന്ത് നേട്ടം വന്നാലും അത് നേട്ടമല്ലാതെ പറഞ്ഞ് സ്ഥാപിക്കുന്നുണ്ടാകണം. മാനുഫാക്ചറിംഗിന്റെ ഇന്നത്തെ ഞാൻ ഈ പറഞ്ഞ പത്രത്തിന്റെ പേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ര പോസിറ്റീവ് അല്ല. ഓരോ നിങ്ങൾ ബിസിനസ് പേജിൽ നോക്കിയാൽ മതി. അതിനേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ മുന്നിലാണ് കേരളം. കേരളം നന്നാവുന്നത് നമുക്കെല്ലാം നല്ലതല്ലേ? അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രതികളാണ്, അവർ മാത്രമല്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നില്ല. പ്രതിപക്ഷം അവരുപയോഗിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട നിലപാടുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും സഭയിൽ ഈ 1 മാസക്കാലം ഈ കാര്യങ്ങൾ ആകെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ പോലും വേണ്ടത്ര വിമർശനപരമായി ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് 1 മാസക്കാലത്തെ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ അടിയന്തര പ്രമേയത്തിന് യാതൊരു അടിയന്തര സ്വഭാവമില്ലെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ കണ്ടെത്തുക. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോയിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിളിച്ചത്. ഇതിനകത്ത് വേറെ ഇങ്ങനെ അവരും പത്രസമ്മേളനം നടത്തിയെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യം സംബന്ധിച്ച് വിളിച്ചതാണ്. പിന്നെ എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇക്കണോമിക് തിയറി അനുസരിച്ച് 2 രൂപ ഈസ് ബിഗർ ദാൻ 20 rupees എന്നുള്ള എക്കണോമിക് ഫിലോസഫി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ UDF പ്രതിപക്ഷ നേതാവ്. 2 രൂപ ഈസ് മച്ച് ബിഗർ ദാൻ 20 rupees എന്ന് പറയുന്ന എക്കണോമിക് ഫിലോസഫി ആണ് സെസിന്റെ കാര്യത്തിൽ പറയുന്നത്. കാരണം 20 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് മേടിക്കുന്നത്, 2 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നത്. ഇപ്പോ ഈ 50 രൂപ ഈ ഒറ്റ ദിവസം കഴിഞ്ഞ 2 വർഷം കൊണ്ട് 400-500 രൂപ വർദ്ധിപ്പിച്ചതിനെ പറ്റി എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിലെ ഓരോ വീടുകളെ ബാധിക്കുന്നതാണ്. അത് പ്രത്യേക ഒരു സാഹചര്യം വരാതെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. സംയോജിത നികുതി ഇനത്തിൽ കേരളത്തിന് പ്രതിവർഷം 4000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്ന ഒരു കണക്കാണ്. അതങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായ കണക്ക് സർക്കാരിന്റെ പക്ഷത്തുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായ കണക്കുണ്ടോ? കൃത്യമായിട്ട് സർക്കാരിന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു കണക്കില്ല. ആകെ ഇപ്പൊ ഈ കണക്ക് നോക്കാനുള്ള സംവിധാനം ഞാൻ ഈ പറഞ്ഞതാണ്. 3 തരം നികുതിയാണ്.
അത് ഒന്ന് സംസ്ഥാനത്തിനകത്ത് കച്ചവടം നടക്കുന്ന ഒരു B2C കസ്റ്റമർക്കുള്ള